ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ ചാനലായ SSK ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ എസ് കുറുപ്പ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എൻ്റെ വണ്ടിയാണ്. 1 വർഷം പഴക്കമായ വണ്ടി, കൈഗർ ടർബോ CVT. അപ്പോൾ 1 വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് പ്രസ്തുത വണ്ടിയെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ നടത്തിക്കളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, 1 വർഷം കഴിഞ്ഞ് സർവീസും കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ വണ്ടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടിയുടെ ചില സവിശേഷതകൾ, അതോടൊപ്പം ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി സെലക്ട് ചെയ്തു എന്നീ കാര്യങ്ങളും ഒന്ന് സൂചിപ്പിക്കാം. ആദ്യമായി ഇതിൻ്റെ ഡിസൈൻ നോക്കുക. ഫ്രഞ്ച് ഡിസൈനാണ് ഇത്. ഫ്രഞ്ച് നിസാൻ റെനോൾട്ട് എന്ന് എഴുതുമ്പോൾ റെനോ എന്നാണ് ഉച്ചാരണം. റെനോയും നിസാനും തമ്മിലുള്ള ഒരു കൊളാബറേഷനിൽ പിറന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി, ഇതിൻ്റെ ഒരു ഐഡൻറ്റിക്കലായിട്ടുള്ള സഹോദരനുണ്ട്. അത് നിസാൻ മാഗ്നറ്റ് ആണ്. ഈ 2 വണ്ടികളും CMFA+ പ്ലാറ്റ്ഫോമിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും രണ്ടിൻ്റെയും ആ ഒരു ഡിസൈൻ രീതി വളരെ വളരെ വ്യത്യസ്തമാണ്. അത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കണം, വലിയ ഒരു ലോഗോയാണ്. റെനോയുടെ വലിയ ഒരു ലോഗോ സെൻറ്ററിൽ. സൈഡിൽ ഈ കാണുന്നത് ഹെഡ്ലൈറ്റ് അല്ല, അത് ഒരു DRL, അതിന് അടിയിൽ ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ. ഇനി ഹെഡ്ലൈറ്റ് അതാ അടിയിലാണ്. പ്യുവർ വിഷൻ എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. നല്ല വെളിച്ചമുള്ള LED ബൾബുകളാണ്. അത് ഈ വണ്ടിയുടെ ഡിസൈൻ സംബന്ധിച്ച ആ ഒരു കലാപരതയ്ക്ക് മാറ്റുകൂട്ടുന്നു. സുഹൃത്തുക്കളെ, മോഡേൺ രീതി അനുസരിച്ച് നമ്മുടെ ഹെഡ്ലൈറ്റുകൾ താഴെയും DRL ഇൻഡിക്കേറ്റർ മുകളിലും വരത്തക്കവണ്ണം ഉള്ള ഒരു ഡിസൈൻ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാഗ്നറ്റിൻ്റെ ഡിസൈനേക്കാൾ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടത് ഈ റെനോ കൈഗറിൻ്റെ ഡിസൈനാണ്. പിന്നെ ഡിസൈനെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഫ്രഞ്ച് ജാപ്പനീസ് അല്ലെങ്കിൽ റെനോ നിസാൻ കൊളാബറേഷനിൽ പറഞ്ഞ ഈ വണ്ടി എന്തുകൊണ്ടും സവിശേഷത അർഹിക്കുന്ന ഒരു വണ്ടിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡിസൈൻ ഭാഷ്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പ്രേക്ഷകർ ധാരാളമായി കണ്ട് പരിചയിച്ചിട്ടുള്ളതുകൊണ്ട്. സൈഡിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ അലോയ് വീലുകളാണ്, ഡയമണ്ട് കട്ട് അലോയ് വീല്. അതിൻ്റെ സെൻറ്ററിലുള്ള ആ നിസാൻ്റെ ലോഗോ. വണ്ടി ഏത് വേരിയൻ്റ് ആണെന്ന് സൂചിപ്പിക്കുന്നത് RXZ ടർബോ CVT എന്ന് പറയുന്ന ടോപ്പ് വേരിയൻ്റാണിത്. ഡ്യുവൽ ടോൺ ഉണ്ട്, പക്ഷേ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സിൽവർ കളറാണ് ഞാൻ പൊതുവെ എനിക്കിഷ്ടപ്പെടുന്ന ഒരു കളറ്, അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ആ റൂഫ് റെയിൽ നോക്കുക, ചെറിയ ഒരു കൂപ്പേ ആണോ എന്ന് തോന്നുന്ന മാറ് വന്നിരിക്കുകയാണ്. ബാക്കിലേക്ക് പോകുമ്പോൾ നോക്കണം ആ ഫ്രഞ്ച് ഡിസൈൻ്റെ മനോഹാരിത. C ഷേപ്പുള്ള LED ലൈറ്റുകളാണ്.
വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. റെനോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് റെനോ എന്ന് ഉച്ചരിക്കണം. കൈഗർ, കൈഗർ എന്നാൽ റൂളർ, ഫ്രഞ്ച് അർത്ഥം റൂളർ എന്നും കിങ് എന്നും ടൈഗർ എന്നും ഒക്കെ പറയുന്നുണ്ട്. അത് ലോഗോയുടെ സെൻറ്ററിൽ ക്യാമറ വളരെ മനോഹരമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അടിയിൽ എക്കോ സെൻസറുകളുണ്ട്. ടർബോ എന്ന് എഴുതിയിരിക്കുന്നു. എക്സ്ട്രോണിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്മിഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് LED ട്രാൻസ്മിഷനാണ്. സോറി, പറഞ്ഞ് തെറ്റിപ്പോയി. CVT ട്രാൻസ്മിഷനാണ്. CVT ട്രാൻസ്മിഷൻ അതിന് പറയുന്ന പേരാണ് എക്സ്ട്രോണിക്. അത് പ്രത്യേകതയുള്ള ഒരു ട്രാൻസ്മിഷനാണ്. CVTക്ക് പൊതുവെ ലാഗ് ഉണ്ടെന്ന് പറയാറുണ്ട്. ആ ലാഗ് കുറയ്ക്കുകയോ ഒരു പരിധിവരെ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എക്സ്ട്രോണിക്. അത് സ്റ്റെപ്ഡ് CVT എന്ന് പറയും. ഓരോ ഗിയറിലും കുറേ നേരം സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാൽ ലാഗ് കുറച്ചിരിക്കുന്നതാണ്. ഒരു 5 സ്റ്റെപ്പ് D സ്റ്റെപ്പ് എക്സ്ട്രോണിക് എന്നുള്ളതാണ് അത്. അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല. എന്തായാലും CVTയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതായ ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന് ഇല്ല എന്ന് തന്നെ പറയാം. പ്രിയ സുഹൃത്തുക്കളെ, ഇൻറ്റീരിയർ ശ്രദ്ധിക്കുക. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി CVT ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനാൽ തന്നെ അവിടെ ക്ലച്ച് പെഡൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ കാലമാണിത്. നമുക്ക് മുട്ടുവേദന വരാതെയും ഒക്കെ നമുക്ക് നല്ലത് എപ്പോഴും ഓട്ടോമാറ്റിക്കായിരിക്കും. അതുപോലെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 205 ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതിനാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 205 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്. സുഹൃത്തുക്കളെ, അതിനു പുറമെ ഇതിൻ്റെ സസ്പെൻഷൻ എടുത്തു പറയേണ്ടതാകുന്നു. ഫ്രഞ്ച് സസ്പെൻഷൻ പൊതുവെ വളരെ പ്രസിദ്ധി ആർജിച്ചതാണ്. നമ്മുടെ റോഡിലെ അണ്ടുലേഷൻസ് മാക്സിമം കുറച്ച് അകത്തെത്താത്ത വിധത്തിൽ ആണ് ഫ്രഞ്ച് സസ്പെൻഷൻ. ആ ഒരു മേന്മ ഇതിനകത്തുണ്ട്. അതോടൊപ്പം CVTയിലെ ലാഗ് കുറച്ചിരിക്കുന്നു. എൻജിനാണെങ്കിൽ 1 ലിറ്റർ എൻജിനാണ്. പക്ഷേ ടർബോ ഉള്ളതിനാൽ നമുക്ക് ഈ ലാഗ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ഈ 1 ലിറ്റർ ടർബോ എൻജിനും CVT എക്സ്ട്രോണിക് എന്ന് പറയുന്ന ഈ ട്രാൻസ്മിഷനും വളരെ അനുയോജ്യമായി സമീചീനമായി അനുരഞ്ജിപ്പിച്ചുകൊണ്ട് വളരെ സമർത്ഥമായ ഒരു കോമ്പിനേഷനാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഇതിൻ്റെ സീറ്റ് ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, നിവർന്നിരിക്കാൻ പറ്റും, നടുവേദന ഉണ്ടാകുകയില്ല, നല്ല വിഷനുമുണ്ട്. ബോണറ്റ് കണ്ട് തൊട്ട് മുൻവശം കണ്ടുകൊണ്ട്, റോഡിൻ്റെ മുൻവശം കണ്ടുകൊണ്ട് ഐശ്വര്യമായി ഓടിച്ചു പോകാൻ കഴിയും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റിയറിങ്ങിൽ ലെതർ റാപ്പിഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഈ കുറച്ച് ഭാഗം മുകളിൽ മാത്രം. അതെന്തിനായിരുന്നു അങ്ങനെ എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല. അതിന് ഒരു പ്രത്യേകതയുണ്ട്, രസമുണ്ട്. ഇനിയിപ്പോൾ അത് വലിയ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമൊട്ടല്ല താനും. അപ്പോൾ ഇതിന് ദോഷങ്ങൾ പറയാനാണെങ്കിൽ ഇതേപോലെ അധികമില്ല.
അപ്പോൾ ഗുണം മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മൾ ഗുണദോഷം സമ്മിശ്രമാകണമല്ലോ വിമർശനം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു വിമർശനം പറയാനുള്ളത് ഇതാണ്. ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഒരിത്തിരി ബുദ്ധിമുട്ടാണ് അതിന് ഇടയിൽ. കാരണം മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ. ഞാനത് പഠിച്ചെടുത്തു, കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് ഒരു അപരിചിതന് കയറി പെട്ടെന്ന് അങ്ങ് സീറ്റ് ബെൽറ്റ് ഇടാൻ പിന്നെ പ്ലഗ് ഇൻ ചെയ്യുന്ന ഭാഗം അത് ഒരു അല്പം അതിനിടയിൽ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ കുറച്ച് തുടക്കത്തിൽ ഒന്ന് പരിചയിച്ച് വരുന്നത് വരെ അതൊരു അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കും. അങ്ങനെയുള്ള ചില ചില്ലറ പ്രശ്നങ്ങൾ മാത്രമേ ആക്ച്വലി വാസ്തവത്തിൽ ഇതിനുള്ളൂ എന്ന് പറയാം. അതുപോലെ ഈ പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു വലിയ കുറ്റമായിട്ട് പറയാനുള്ള കാര്യമല്ല. അപ്പോൾ അത് അങ്ങ് താഴെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മളങ്ങ് താഴോട്ട് പോയിട്ട് ചവിട്ടുന്ന ഭാഗത്ത് അത് കുറച്ച് മേളിൽ കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതൊക്കെ തോന്നുന്നതാണ്, കുറ്റം പറയാനായിട്ട് പറയുന്നു എന്ന് മാത്രം. മലയാളിയല്ലേ, എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് പറയുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു വർഷത്തെ സർവീസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വണ്ടി പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നോക്കുമ്പോൾ കണ്ടോ, അവിടെ ഗിയർ നോബുണ്ട്. ഗിയർ നോബല്ല, അത് ശരിക്കും സെലക്ടറാണ്, ഗിയർ സെലക്ടറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പോൾ ഏറ്റവും മുകളിൽ പാർക്ക് വരും, തൊട്ട് താഴെ തൊട്ട് താഴെയായിട്ട് റിവേഴ്സ് വരും, അതിന് താഴെ ന്യൂട്രൽ, അതിന് താഴെ ഡി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഓടിക്കുന്ന സംഭവം. അതിന് താഴെ ഒരു എൽ മോഡുണ്ട്. എൽ മോഡ് എന്ന് പറയുമ്പോൾ ലോഡ് മോഡലാണ്. മോഡ്. അപ്പോൾ എൽ മോഡ് ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഫുൾ വെയിറ്റിൽ ഏത് കയറ്റവും കയറി പോകാൻ കഴിയും. അപ്പോൾ എനിക്ക് ഇതുവരെ എൽ മോഡ് ഇടേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ യൂഷ്വലി ഇടുന്നത്, ഇനി 3 മോഡുകളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അത് കാണിച്ചു തരാം, അത് പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പോൾ ഇത് മോഡുകൾ എക്കോണമി മോഡുണ്ട്, നോർമൽ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം നോർമൽ മോഡ് മാത്രം ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്കോണമി മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് പതുക്കെ പോകൂ, വളരെ ലാഗാണത്. പെട്രോൾ ലാഭിക്കാനുള്ള മോഡാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇടാറില്ല. സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പറക്കും, പിന്നെ ഒരു പിടിച്ചാൽ കിട്ടൂല. പിന്നെ ബ്രേക്കും വേണമല്ലോ, അങ്ങ് പോയാൽ മാത്രം പോരാ. അപ്പോൾ നമ്മളെ റോഡുകളിൽ ബ്രേക്കും കൂടെ പിടിക്കേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കേണ്ടി വരും. അത് നമുക്കൊരു അസ്വസ്ഥതയാണ്. പക്ഷേ നോർമൽ മോഡിൽ നല്ല സുന്ദരമായ യാത്ര. ഞങ്ങൾ 5 പേര്, നല്ല വെയിറ്റുള്ള 5 പേര്, എനിക്ക് വലിയ വെയിറ്റ് ഇല്ല, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവർക്കല്ല, നല്ല വെയിറ്റുള്ള 5 പേരുമായിട്ട് ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് ആ കയറ്റങ്ങളൊക്കെ നോർമൽ മോഡിൽ സുഖമായിട്ട് കയറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് കയറി പോവുകയില്ല എന്ന് പേടിക്കണ്ട. ഇനി പറഞ്ഞല്ലോ, 1 ലിറ്റർ എഞ്ചിനാണ്, ടർബോ ഉണ്ട്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 100 bhp ആണ്. 100 bhp, അത് 5000 RPM-ലാണ് 100 bhp കിട്ടുന്നത്. എന്നാൽ ടോർക്കാണെങ്കിൽ 152 Nm ആണ് ടോർക്ക്. അത് വലിയ ഒരു ഫിഗർ അല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഈ വണ്ടി ഇതിൻ്റെ ട്രാൻസ്മിഷനും കൂടി യോജിക്കുമ്പോൾ അത് വളരെ ധാരാളം മതി എന്നാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നിയിട്ടുള്ളത്. 152 Nm, അത് ഒരു 2200, 4400 ഇതാണ് പവർ ബാൻഡ്. 2200 മുതൽ അത് കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനെ കുറഞ്ഞ ഒരു RPM-ൽ കിട്ടിത്തുടങ്ങുന്നതിനാൽ ഇത് അതിൻ്റേതായ മെച്ചം ഇതിൻ്റെ യാത്രയ്ക്കുണ്ട്. പവർ ലാഗ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇതിനകത്തില്ല എന്ന് പറയുന്നതിന് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ. ഞാൻ വീണ്ടും പറയാം, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാനുകളെല്ലാം ഹാൻഡിലിങ് കൂടുതൽ മെച്ചമല്ലേ എന്ന് തോന്നുന്നല്ല, അത് ആയിരിക്കാം, അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോൾ കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ഹാൻഡിലിങ് അല്പം, പക്ഷേ ഇത് നമ്മുടെ ഈ ഓഫ് റോഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അത് ഈ വണ്ടിക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് ഉണ്ട്. ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് റോഡിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞാനങ്ങനെ കൊണ്ടുപോകുന്നതും അല്ല. അപ്പം ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഓഫ് റോഡിന് പോകാൻ പറ്റിയ വണ്ടി വാസ്തവത്തിൽ ഓഫ് റോഡ് വണ്ടി അല്ല ഇത്. ഓഫ് റോഡ് എന്ന് പറയുമ്പം താറ് പോലെയുള്ള വണ്ടികളാണ്, അല്ലെങ്കിൽ ജിമ്മിനി പോലെയുള്ള വണ്ടികളാണ്. അത് ഒരു പ്രത്യേക ജൻസിൽപ്പെട്ട വണ്ടികളാണ്. പക്ഷേ ഇതിന് അങ്ങനെയല്ല. ഞാനിത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റി യൂസിന് പറ്റിയ വണ്ടിയാണ്. എന്നാൽ ഹൈവേ യൂസിനും പറ്റിയതാണ്. ഹൈവേ യൂസ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പറയാൻ വിട്ടുപോയി. ക്രൂയിസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ ഹൈവേയിൽ നല്ല സ്പീഡിൽ സ്പോർട്സ് മോഡും കൂടെ ഇടുകയാണെങ്കിൽ വളരെ ഗംഭീരമായി യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ കൂടുതലും പറഞ്ഞല്ലോ നോർമൽ മോഡലാണ് ഇടുന്നത്. സിറ്റി യൂസിന് വളരെ നല്ലൊരു വണ്ടിയാണ്. സിറ്റി യൂസിൽ പിന്നെ എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോഡുകളെല്ലാം ഒരുതരം ഓഫ് റോഡുകളാണ്, ഇല്ലേ? ഇനി നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഹമ്പുകൾ വളരെ അശാസ്ത്രീയമായി ഉയർത്തിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സ്പീഡ് ബ്രേക്കേഴ്സിൻ്റെ കാര്യം പറയുകയും വേണ്ട. ശരിക്കും പറഞ്ഞാൽ സെഡാനുകളും ഹാച്ച് ബാക്കുകളും പലപ്പോഴും അടി ഇടിക്കുന്നതും അല്ലെങ്കിൽ അടി ഒരഞ്ഞു പോകുന്നതും കണ്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ ഇത്തരം വണ്ടികൾ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലാക്കിംഗ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇതിവിടെ തട്ടുമോ, അടി ഒരയുമോ, സൈലൻസർ പൊട്ടുമോ എന്നൊക്കെയുള്ള അങ്ങനെ പേടിച്ച് ചെയ്യേണ്ടി വരും. അതേ അവസരത്തിൽ ഇതാവുമ്പം കോൺഫിഡൻസ് ആണ്. കാരണം കുഴി വന്നോട്ടെ, അല്ലെങ്കിൽ ഹമ്പ് വന്നോട്ടെ, സ്പീഡ് ബ്രേക്കേഴ്സ് വന്നോട്ടെ, ബമ്പ് വന്നോട്ടെ, ഒന്നുമേ പ്രശ്നമല്ല. കുഴി ചാടിയാലും ഞാൻ വെള്ളപ്പാച്ചിലിൽ പെട്ടിട്ടുണ്ട്, ഒന്നും സംഭവിച്ചില്ല. വെള്ളപ്പാച്ചിലിൽ നമുക്കൊരു ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക്, ആശുപത്രി പോകാതിരിക്കാൻ ഒക്കില്ലല്ലോ, പാലയിൽ നിന്ന് ഏറ്റുമാനൂരേക്ക് വരുന്ന വഴിക്ക് ജലം മീനച്ചലാറും കരകവിഞ്ഞ് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് റോഡിലേക്ക്, ആ ഒഴുക്കിൽ സുഖമായിട്ട് പോന്നു, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നമുക്ക് വളരെ കോൺഫിഡൻസും ഉണ്ടായി അതോടുകൂടി വണ്ടിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള മെച്ചങ്ങൾ ഉണ്ട്. അപ്പോൾ കുഴികളും കുന്നുകളും കല്ല് മറിഞ്ഞ് വീണ് കിടക്കുന്നതും ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ റോഡുകൾ, നമ്മുടെ റോഡുകൾ സത്യം പറഞ്ഞാൽ നമ്മളെ സിറ്റി റോഡുകൾ ഉൾപ്പെടെ ഒരു ഓഫ് റോഡാണ് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ടെങ്കിലും ഇത്തരം വണ്ടികൾ ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വണ്ടികൾ നമുക്ക് എപ്പോഴും വളരെ വളരെ ഉപയോഗപ്രദമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയ സുഹൃത്തുക്കളെ, ഇനിയും പ്രസ്താവ്യമായ ചില സവിശേഷതകൾ, പലതും പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വളരെ കാലമായി ഇറങ്ങി, ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ട് ഇതിൻ്റെ എല്ലാ സവിശേഷതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും എന്ന ഒരു വിശ്വാസത്തിലാണ്. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ ഹാൻഡ് റെസ്റ്റ് അത് തൂക്കി തുറന്നു കഴിയുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, അതിനകത്ത് നമുക്ക് പെർഫ്യൂമോ കുറച്ച് നല്ല ആഴമുണ്ട്, അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ അടയ്ക്കുന്ന സംവിധാനമെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ ഇവിടെ ആംബിയൻ്റ് ലൈറ്റിൻ്റെ സ്വിച്ചുണ്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, പിന്നെ ഇത് AC കൺട്രോളുകൾ വളരെ മനോഹരമായ രീതിയിലാണ് ഉള്ളത്.
പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 8 ഇഞ്ചാണ്. എനിക്ക് അത് ഞാൻ അതിൻ്റെ ഒരു വലിയ ഫാനല്ല, അത് തന്നെ ധാരാളം മതി. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആദ്യം കാണിച്ചു തരാം. ഗ്ലൗ ബോക്സ്, ഇരട്ട ഗ്ലൗ ബോക്സാണ്. അവിടെ വണ്ടിയിലെ രേഖകൾ വേണമെങ്കിൽ വയ്ക്കാം, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വയ്ക്കാം. ഇരട്ട ഗ്ലൗ ബോക്സ് ഉണ്ടോ, അതിൽ കുറേ സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്നു. ഒരു 10 ലിറ്ററോളം വരും അത്. ഈ ബൂട്ട് സ്പേസ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 405 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഓക്കെ, ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബാക്ക് സീറ്റ് കൂടി കാണിക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, 3 പേർക്ക് ഒക്കെ കഷ്ടിച്ച് ഇരുന്ന് പോകാം. തൈ സപ്പോർട്ടും അത്യാവശ്യം ഉണ്ട്. പിന്നെ അടിഭാഗം ഫ്ലാറ്റ് ആയതുകൊണ്ട് കാല് വയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ലെഗ് സ്പേസ് ഉണ്ട്, AC വെൻറ്റുകളുണ്ട്, പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്, ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 ബോട്ടിലുകൾ വയ്ക്കാം, മൊബൈൽ വയ്ക്കുന്നതിനുള്ള സ്ലോട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഒരു പ്രധാന കാര്യം കൂടി പരിചയപ്പെടുത്താനുണ്ട്. ഇത് 3 മോഡുകളുണ്ട്, അത് പറഞ്ഞല്ലോ നേരത്തെ. എക്കോണമി മോഡ്, സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോഴേക്ക് എക്കോണമി മോഡാവും, മറുവശത്തേക്ക് തിരിക്കുമ്പോഴേക്ക് സ്പോർട്സ് മോഡാവും, സെൻട്രൽ അമർത്തുമ്പോഴേക്ക് നോർമൽ മോഡും ആകും. ഇനി പരിചയപ്പെടുത്താനുള്ളത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, അതിമനോഹരമായി അത് സ്റ്റാർട്ടായി വരുന്നു. ഇപ്പം നോർമൽ മോഡിലാണ് കിടക്കുന്നത്. ഇനി അത് എക്കോണമി മോഡലിൽ ഇടുമ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ആവും. കണ്ടോ, അതിമനോഹരമായ വേറൊരു കളർ. ഇനി സ്പോർട്സ് മോഡ് ഇടുമ്പോഴേക്ക് അതിൻ്റെ കളറ് ഒരു റെഡിഷ് ആകും. സ്പോർട്സ് മോഡ്. വീണ്ടും നോർമൽ മോഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നേരത്തെ പറഞ്ഞല്ലോ 8 ഇഞ്ചാണ്. അത്യാവശ്യം വേണ്ട സംഗതികളെല്ലാം ഉണ്ട്. ഞാനതിൻ്റെ ഒരു വലിയ ഫാനല്ല. നല്ല മ്യൂസിക് സിസ്റ്റമുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, വയർലെസ് ഫോൺ ചാർജിങ് സംവിധാനമുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയ ഒരു വൈബ്രേഷൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വൈബ്രേഷൻ, എന്നാൽ കാര്യമായ വൈബ്രേഷൻ ഒന്നുമില്ല. വണ്ടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ വൈബ്രേഷൻ ഇല്ല. അതുപോലെ ഒരു ഹൈ സ്പീഡ് എത്തുന്നത് വരെ യാതൊരു വൈബ്രേഷനും ഇല്ല. വളരെ സ്റ്റെബിലിറ്റി ആയിട്ട് വണ്ടി പോകും. അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണ്. ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ റോൾ ഓവർ വളരെ കുറവാണ്. റോൾ ഓവർ വളരെ കുറച്ചിരിക്കുകയാണ്. അളവിലൊക്കെ നമുക്ക് വീശിയെടുത്താൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിങ് എനിക്ക് എന്തുകൊണ്ടോ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ ഒരു വളരെ സ്മൂത്തായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇത് എക്കോണമി മോഡ്, നോർമൽ മോഡ് ഒക്കെ പോകുമ്പോൾ വളരെ പിന്നെ സ്മൂത്ത് ലൈറ്റായിരിക്കും. എന്നാൽ ഇത് സ്പോർട്സ് മോഡ് ഇടുന്നതോടുകൂടി അത് ഒന്നുകൂടെ ഹാർഡനാവും. വണ്ടിക്ക് മൊത്തം ഒരു ചേഞ്ചാണ് വരുന്നത്. ഇനി ബോണറ്റ് കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അതിൻ്റെ ബോണറ്റാണ് കാണുന്നത്. എൻജിൻ വളരെ ഭംഗിയായി ഇൻ്റർഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പാക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ 1 ലിറ്റർ എൻജിനാണ്. പിന്നെ CVT എക്സ്ട്രോണിക് സംവിധാനമാണ്. അപ്പോൾ അത് ഓക്കെ, ബൈ.
പ്രിയ സുഹൃത്തുക്കളെ, ഇനി സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണ്, അത് നേരത്തെ പറയുകയുണ്ടായി. അതോടൊപ്പം ഈ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിങ്ങിൽ 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സുരക്ഷിതത്വത്തിന് വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട്. ABS ഉണ്ട്, EBD ഉണ്ട്, ESP ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റോൾ ഓവർ എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതോടൊപ്പം ഇതിൻ്റെ വിലയും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ 10.9 10.9 അല്ലെങ്കിൽ 11 ലക്ഷം എന്ന് കൂട്ടിക്കോളൂ, അതാണ് ഇതിൻ്റെ എക്സ്ഷോറൂം വില. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകളും അതിൻ്റെ ഫീച്ചേഴ്സും ബാക്കി സുരക്ഷിതത്വവും ഓടിക്കാനുള്ള സുഖവും എല്ലാം വച്ച് നോക്കുമ്പോൾ അത് ഇതിന് സമാനമായ മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് വില വളരെ വളരെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഇത്തരം വണ്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലെ കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ, ഒരു യൂറോപ്യൻ നിലവാരമുള്ള ഡിസൈൻ ഉൾപ്പെടെ, ആ യൂറോപ്യൻ നിലവാരമുള്ള സസ്പെൻഷൻ ഉൾപ്പെടെ നൽകുന്ന ഇത്തരം വണ്ടികളെ വാസ്തവത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു കസിൻ ബ്രദർ എന്ന് പറയാവുന്ന വണ്ടിയാണ് നിസാൻ മാഗ്നറ്റ്. അതും ഇതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം, പക്ഷേ ഡിസൈൻ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഇത് ഒരേ പ്ലാറ്റ്ഫോമിൽ CMFA+ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്ത വണ്ടികളാണ് രണ്ടും. അതുപോലെ എൻജിൻ ഒന്ന് തന്നെയാണ്, ട്രാൻസ്മിഷൻ ഒന്ന് തന്നെയാണ്, പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ ഡിസൈൻ ഭയങ്കരമായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഡിസൈൻ നോക്കുക, ഓടിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ച് ഇത് ഓടിച്ച് നോക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഈ റെനോ കൈഗർ വളരെ മുന്നിലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതെടുത്തു. മറ്റത് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളും വലിയ ഒരു DRLും ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ചിലർ ഉണ്ട്. അത് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു കുറച്ചുകൂടെ ഒരു SUV ത്തം എന്ന് പറയാവുന്നത് ഉണ്ട് എന്ന് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ഒഴുക്കൻ ഡിസൈൻ. അപ്പോൾ എനിക്ക് ഫ്രഞ്ച് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. ഫ്രാൻസുകാർ കലാകാരന്മാരാണ്, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഇനി പക്ഷേ ഡിസൈനിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. വണ്ടി രണ്ടും ഒരേ വണ്ടിയാണ്. അതുകൊണ്ട് അത് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എക്സ്ഷോറൂം പ്രൈസ് 11 lakhs. ഇനി ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറയാം. ഇതിപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞൊരു സർവീസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 1 വർഷത്തെ സർവീസ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് നമുക്ക് അത് ചാർജ് ചെയ്യുമല്ലോ. അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. അതായത് ഓയിൽ ചേഞ്ച്, ഓയിൽ, എയർ ഫിൽറ്റർ, പിന്നെ ഓയിൽ ഫിൽറ്റർ, AC ഫിൽറ്റർ, ഇതെല്ലാം മാറി. ഇതെല്ലാം കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനത്തിന് മാത്രം നമ്മൾ ചാർജ് ചെയ്യണം. ഇനി ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഓയിൽ ചേഞ്ച് സിന്തറ്റിക് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. CVT എക്സ്ട്രോണിക് സംവിധാനത്തിൽ സിന്തറ്റിക് ഓയിൽ അത് അല്പം കോസ്റ്റ്ലിയാണ്, അത് തന്നെ ഉപയോഗിക്കണം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നാച്ചുറൽ ഓയിലാണ് നല്ലതെന്ന്. അങ്ങനെയല്ല. നാച്ചുറൽ ഓയിൽ എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുന്നതാണ്, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ്, അതിൻ്റെ ഉപോൽപ്പന്നമാണ്. അത് ഈ ചൂട് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വിസ്കോസിറ്റി ചൂട് കൂടുന്നതനുസരിച്ച് കുറയുന്നതനുസരിച്ച് കൂടും. അത് സ്റ്റേബിൾ ആയിരിക്കില്ല. നേരെ മറിച്ച് ഈ സിന്തറ്റിക് ഓയിൽ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വിലയും കൂടുതലാണ്. പക്ഷേ ആ വില കൂടുതലാണ് നമുക്ക് ഈ 1 വർഷത്തെ സർവീസ്. ഇതിന് ഞാൻ കൊടുത്തത് 7,880 രൂപ. 7,880 രൂപ. അത് അല്പം കൂടുതലല്ലേ എന്ന് തോന്നും, പക്ഷേ കൂടുതലല്ല. കാരണം സിന്തറ്റിക് ഓയിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ കണക്കാക്കുമ്പോൾ അത് ഏത് ഓയിൽ ഉപയോഗിച്ചു, ഏത് ക്വാളിറ്റി ഉപയോഗിച്ചു, വില കൂടുതലാണോ എന്ന് മാത്രം ചിന്തിക്കാതെ ഏത് തരം സർവീസാണ് നമുക്ക് ലഭിച്ചത് എന്ന് നോക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല സർവീസാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വണ്ടി എടുത്തത്
അതിൻ്റെ സർവീസ് ചെയ്തതും മൂവാറ്റുപുഴ റെനോയുടെ ഷോറൂമിൽ നിന്നാണ്. വളരെ നല്ല സമീപനമായിരുന്നു അവർ. അത് സർവീസിലും വളരെ നല്ല സർവീസ് ലഭിച്ചു, നല്ല രീതിയിൽ ചെയ്തു. ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മിതമായ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു തുക 7,880 രൂപ ആണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ നാച്ചുറൽ ഓയിൽ വില കുറയ്ക്കുന്നതിന് വേണ്ടി നാച്ചുറൽ ഓയിൽ ഒരു കാരണവശാലും ഒഴിക്കരുത്, അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ വില കുറച്ച് കിട്ടിയേക്കും. അപ്പോൾ ഇത് സിന്തറ്റിക് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോഴേക്ക് വില കൂടുതലാണെന്ന് തോന്നുന്നില്ല. അത് വർഷത്തിൽ ഒരിക്കലാണ്, ഇനി ഒരു വർഷം കഴിയുമ്പോഴാണ് അടുത്ത സർവീസ് ഉള്ളത്. അപ്പോൾ സർവീസിനെ സംബന്ധിച്ചും വളരെ നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ. പ്രിയ സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ വണ്ടി വാങ്ങി ഒരു വർഷം കഴിയുന്നതായിരിക്കുന്ന ഈ അവസരത്തിലും എനിക്ക് ഇതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും ശരി, ഇതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ശരി, ഈ വണ്ടിയുടെ സ്വഭാവം അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഞാൻ ഈ വണ്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇത് എടുക്കാൻ പോകുന്നതായ സമയത്തിൽ ഞാൻ അവസാനമായിട്ട് ഞാൻ കുറേ ഓടിച്ചു നോക്കിയിരുന്നു. ഇത് ഒരു 2-3 മണിക്കൂർ ഓടിച്ചു നോക്കി. ഇതൊരു കാരണവശാലും നടുവേദന വരികയില്ല, ഇതിൻ്റെ സ്റ്റാൻസ് കൊള്ളാം എന്നൊക്കെ മനസ്സിലാക്കിയാണ് ഞാനിത് എടുത്തത്. പക്ഷേ അവസാനമായിട്ട് ഞാൻ വേറൊരു വണ്ടിയിൽ കൂടി, 2 വണ്ടി, ആ വണ്ടി ഞാൻ പറയുന്നില്ല, അതൊരു സെഡാനാണ്. സെഡാൻ ഒരു ക്രോസ് ഓവർ സെഡാൻ. അത് ആണ് അവസാനം ഞാൻ ഇത് വേണോ അത് വേണോ എന്നുള്ളത്, ഇതിൻ്റെ ഈ വിലയ്ക്കുള്ള വണ്ടി ഞാൻ നോക്കി വരുമ്പോഴേക്ക് അവസാനം ഇങ്ങനെ. പക്ഷേ അതിൻ്റെ 1-2 പോരായ്മകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, ഒരു മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു കുഴിയിലിരുന്ന് അങ്ങനെയുള്ള ഒരു ഇരിപ്പാണ്, കൂനിക്കൂടിയിരുന്ന് ഓടിക്കേണ്ടി വരും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, ഇത്രയുമില്ല. അപ്പോൾ അത് എടുത്തിരുന്നെങ്കിൽ, അത് എടുക്കാതിരുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് ബമ്പുകൾ, സ്പീഡ് ബ്രേക്കുകൾ, കുഴി ഒക്കെ ഉള്ള നമ്മളെ ഓഫ് റോഡ്, യഥാർത്ഥ സിറ്റി ഓഫ് റോഡുകളായ നമ്മളെ ഒരു അർബൻ ഓഫ് റോഡിൽ കൂടിയെല്ലാം, അർബൻ ഓഫ് റോഡിങ് ആണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊതുവെ നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ കോൺഫിഡൻസ് നൽകുന്നതിന് ഇത് എനിക്ക് വളരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മിതമായ വിലയ്ക്കുള്ള ഒരു ഉശിരൻ വണ്ടി എന്ന് പറയുന്നതിൽ എനിക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതിലും യാതൊരു മടിയുമില്ല. പിന്നെ പ്രിയ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് എന്ന് വാങ്ങണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഓടിച്ചു നോക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക, ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ വാങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ. Thanks for watching.